ഹായ് ഹലോ നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ ഇന്ന് നമ്മൾ വന്നു വിട്ടിരിക്കുന്നത് ഓച്ചിറ അമ്പലത്തിലാട്ടോ. അപ്പോൾ വീട്ടിൽ നിന്നൊരു 10 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല കൊട്ട വെയിലാട്ടോ. അപ്പോൾ ഈ കൊട്ട വെയിലത്ത് ഈ ഒരു മണ്ണിലൂടെയൊക്കെ ചെരുപ്പില്ലാതെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങളൊക്കെ കഴുകി പോകുമെന്നാട്ടോ പറയുന്നത്. എന്തായാലും ചെരുപ്പില്ലാതെ നടക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചെരുപ്പിട്ടുകൊണ്ട് തന്നെ ആട്ടോ നടന്നത്. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ഒച്ചിറക്കാളേക്ക് ദക്ഷിണയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെച്ച് നമ്മൾ തൊഴുത് പ്രാർത്ഥിച്ച് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ശിവൻ്റെ കാവൽ ദൈവമാണല്ലോ നന്ദികേശൻ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ ഓരോ നടയിലായിട്ട് പോയി തൊഴുകട്ടോ. അങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശിക്ക് ഇങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര കൗതുകം. എനിക്ക് തോന്നുന്നു ഓർമ്മ വെച്ചതിന് ശേഷം നമ്മൾ പോയിട്ടുണ്ട്. എന്നാലും ഈ ഒരു പരുവത്തിലൊക്കെ പോയി ഇതൊക്കെ കണ്ട് കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ ഇപ്പോഴാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വഴിപാടും കാര്യങ്ങളും ഒക്കെ ചെയ്തു. അതിനുശേഷം ചന്ദനമൊക്കെ തൊട്ട് കേട്ടോ. അപ്പോൾ എല്ലായിടും ഇങ്ങനെ ഇരിക്കാനെ കൊണ്ടുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നല്ലതാണ്. പിന്നെ ഓരോ ആൾത്തറയിലും പോയി ഇരിക്കാം. അതൊക്കെ ഭയങ്കര ഭംഗിയും തണുപ്പും ഒക്കെയാണ്. പക്ഷേ ഈ ചൂടത്ത് നമുക്ക് നടക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഭയങ്കര ട്രാഫിക്കും അതുപോലെ നമുക്ക് തിരിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കേട്ടോ നമ്മൾ പകലിറങ്ങിയത്. അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം ചെയ്യാറുള്ളൊരു പരിപാടി കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഈ കണ്ണുദോഷത്തിനൊക്കെ ഒതുക്കുക എന്ന് പറയും, പണ്ടുള്ളവർ പറയും. നമ്മളതൊക്കെ കേട്ടിപ്പോൾ കൂടെ പറയും കേട്ടോ. അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുത്തി ഇങ്ങനെ എല്ലാ ദോഷങ്ങളും മാറ്റാനൊക്കെ പ്രാർത്ഥിക്കുക കേട്ടോ. അപ്പോൾ നമുക്കെന്തായാലും ദോഷങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടുവോളം ഉണ്ട്, വന്നുകൊണ്ടേയിരിക്കും. അതുപോലല്ലോ പിള്ളേർ. അപ്പോൾ പിള്ളേർക്ക് ഇച്ചിരി ദോഷമൊക്കെ മാറട്ടെ എന്ന് കരുതി ചെയ്ത് കേട്ടോ. അങ്ങനെ നമ്മൾ കാശിക്കൂടനെ ഇവിടെ കുറച്ച് നേരം ഇരുത്തി ഇങ്ങനെ ഓദിച്ചു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഇറങ്ങിയിട്ട് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ അങ്ങ് വിട്ട് കേട്ടോ. അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിൻ്റെ പ്രാധാന്യവും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ വഴിപാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കുക കേട്ടോ. എല്ലായിടും ഒന്ന് കയറി റൗണ്ട് അടിക്കുക. ഈ കച്ചവടക്കാരൊക്കെ ഭയങ്കര ചൂടത്ത് എങ്ങനെ ഇരിക്കുന്നതെന്ന് മാത്രം നമുക്കറിയത്തില്ല. അതുപോലത്തെ കൊട്ട ചൂടാട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ചെരുപ്പില്ലാതെ നടന്നത്. കാരണം ആദ്യം കണ്ടെടുത്ത് നമ്മൾ ചെരുപ്പ് ഊരിയിട്ടില്ലേ, അതുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ചെരുപ്പില്ലാതൊക്കെ ആട്ടോ നടന്ന്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇരിക്കുന്നിടത്തോട്ട് ലാസ്റ്റായിട്ട് ഭഗവാൻ ഇരിക്കുന്നിടത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവിടെ പോയി കുറച്ച് നേരം തൊഴുത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംശയങ്ങളൊക്കെ തീർത്ത് തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ അവിടുത്തെ വഴിപാട് അന്നദാനമൊക്കെ കഴിച്ചു കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പാത്രത്തിൽ അവിടുന്ന് തന്നെ പാത്രം മേടിച്ച് കഞ്ഞിയൊക്കെ മേടിച്ചുകൊണ്ട് തരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അമ്മയോട് അതൊക്കെ പറഞ്ഞുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. ഇവിടുത്തെ അന്നദാനം ഇവിടെ വന്ന് അമ്മൂമ്മ കുടിച്ചിട്ട് അത് നമുക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ തരുമായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ അമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ട് വരിക കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഓർമ്മകൾ നമുക്ക് പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ചതാണ് ഇങ്ങനെ തിരിച്ചിറങ്ങുക കേട്ടോ. അങ്ങനെ തിരിച്ചിറങ്ങിയപ്പോഴത്തേക്കിനും അടുത്ത കടയും പൊരിപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടു. പിന്നെ അവിടെ കയറി കുറച്ച് നേരം റൗണ്ടൊക്കെ അടിച്ച് നിന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.